നേപ്പാൾ മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെ നേപ്പാൾ പോലീസ് അറസ്റ്റ് ചെയ്തു. പുതിയ സർക്കാർ അധികാരമേറ്റ് തൊട്ടടുത്ത ദിവസമാണ് അറസ്റ്റുണ്ടായത്. അഴിമതി വിരുദ്ധ ജൻസി പ്രക്ഷോഭത്തിനിടെ ഉണ്ടായ മരണങ്ങളിലാണ് നടപടി. വിഷ്ണു പ്രസാദാണ് വിവരങ്ങളുമായി ചേർന്നത്. വിഷ്ണു, നേപ്പാൾ മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെ നേപ്പാൾ പോലീസ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്? രതീഷ്, നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ വർഷം വലിയ രീതിയിൽ ഒരു സർക്കാരിൻ്റെ തന്നെ പതനത്തിന് കാരണമായ ഒന്നായിരുന്നു നേപ്പാളിലെ ജൻസി പ്രക്ഷോഭം. അഴിമതിയും രാഹിത്യവും എല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യുവജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ അതിനെ പോലീസ് വലിയ അക്രമ മാർഗത്തിലൂടെയായിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് 78 പേർ മരിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒലി ഉൾപ്പെടുന്ന മുന്നണിക്ക് ഭരണം നഷ്ടമാവുകയും പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ഇന്നലെയാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ അധികാരമേറ്റ് 24 മണിക്കൂറിനുള്ളിൽ തന്നെ KP ശർമ്മ ഒലിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ അറസ്റ്റിന് പിന്നാലെ ബാലേന്ദ്ര ഷാ എന്ന പുതിയ പ്രധാനമന്ത്രി പ്രതികരിച്ചത് അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമല്ല, തീർത്തും നിർവഹണത്തിന്റെ ഭാഗമാണ്, നീതി നിർവഹണത്തിന്റെ ഭാഗമാണ്. ഇതിൽ ഈ സംഘർഷമുണ്ടായപ്പോൾ അതിൽ 19ഓളം യുവാക്കൾ മാത്രം കൊല്ലപ്പെട്ടപ്പോൾ നിഷ്ക്രിയമായി ഭരണകൂടം നോക്കി നിന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ KP ശർമ്മ ഒലി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ലേഖക്കും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. KP ശർമ്മയെ വീട്ടിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ അറസ്റ്റുകൾക്ക് പിന്നാലെ ഇപ്പോഴത്തെ നേപ്പാൾ ആഭ്യന്തരമന്ത്രി എക്സിൽ ഒരു കുറിപ്പ് പങ്കുവച്ചത് എ പ്രോമിസ് ഈസ് എ പ്രോമിസ് എന്നാണ്. അതായത് തങ്ങൾ നൽകിയ വാക്ക്, ജനങ്ങൾക്ക് നൽകിയ വാക്ക് നിറവേറ്റി എന്നതാണ് ഇപ്പോൾ നേപ്പാളിലെ ആഭ്യന്തരമന്ത്രിയും പ്രതികരിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ KP ശർമ്മയുടെ പാർട്ടി ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയമായ പകപോക്കലാണ് എന്നതാണ്. രതീഷ്, ശരി. വിഷ്ണു പ്രസാദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നേപ്പാൾ മുൻ പ്രധാനമന്ത്രി അറസ്റ്റായിരിക്കുന്നത് ജൻസി പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണ്. ഇപ്പോൾ പുതിയ സർക്കാർ വന്നതിന് തൊട്ടു പിന്നാലെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്.